ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസിലെ പേജ് നമ്പർ 28-29 സോൾവ്ഡ് പ്രോബ്ലംസ് ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നോക്കിക്കേ. If the sum of the second and fifth terms of an arithmetic sequence is 35, അതാണ് പറഞ്ഞേക്കുന്നത്. If the sum of second and fifth, second എന്ന് പറയുന്നത് ഞാൻ T2 എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണേ. ഓക്കെ, T2 ആൻഡ് ഫിഫ്ത്ത് ടേമിൻ്റെയും സം എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? T2 പ്ലസ് T5 എന്ന് പറയുന്നത് 35 എന്നിരിക്കട്ടെ. The second term is 10. T2 എന്ന് പറയുന്നത് 10 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈൻഡ് ദ സീക്വൻസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കേ. T2 ആൻഡ് T1, സം ഓഫ് T2 ആൻഡ് T5, T1 അല്ല T5, സെക്കൻഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സം എന്ന് പറയുന്നത് 35ഉം അതിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 10ഉം ആണെങ്കിൽ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ അല്ലേ? അപ്പോൾ T2 എത്രയാണ്? 10 പ്ലസ് T5 ഈക്വൽ ടു 35 ആണല്ലോ. അവിടുന്ന് ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാം. T5 ഇസ് ഈക്വൽ ടു 35 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 25 അല്ലേ? 35 10 കുറയ്ക്കുമ്പോൾ 25 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ടേം നമുക്ക് എത്രയാണ് തന്നേക്കുന്നത്? 10. ഫിഫ്ത്ത് ടേം നമുക്ക് എത്ര കിട്ടി? 25. കോമൺ ഡിഫറൻസ് അറിയാമെങ്കിലല്ലേ നമുക്ക് സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ പഠിച്ചതാണ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ മതി. അപ്പോൾ ടേം ഡിഫറൻസ് എത്രയാ? 25 മൈനസ് 10. 25 മൈനസ് 10 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 5 മൈനസ് 2. 5 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 25 മൈനസ് 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 3. 15 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 3 നമുക്ക് വെട്ടി ചെയ്യാം. 1 3 സാർ 3, 5 3 സാർ ആണ് 15. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. കിട്ടിയല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആണ്. ഇനി നമുക്കറിയാം, നമുക്ക് സീക്വൻസ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കറിയാം എന്താണ് സെക്കൻഡ് ടേം എത്രയാ? T2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ T1 എത്രയായിരിക്കും ഇവിടെ? T1 എന്ന് പറയുന്നത് 10ൽ നിന്ന് ഒരു 5 കുറയ്ക്കണം അല്ലേ? കുറയ്ക്കണം, കാരണം T2ന്റെ ലെഫ്റ്റിലാണ് T1 കിടക്കുന്നത്. സോ ഒന്ന് കുറയ്ക്കുക, 5 കുറയ്ക്കുക. 10 മൈനസ് 5 ചെയ്യുമ്പോൾ 5. ഇനി T3 എത്രയാ? T3 എന്ന് പറയുമ്പോൾ 10ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 കൂട്ടുക, അപ്പോൾ 15 കിട്ടി. T4 പറഞ്ഞേ. T4 ഇസ് ഈക്വൽ ടു T3ന്റെ കൂടെ ഒരു 5 ആഡ് ചെയ്യുക, അപ്പോൾ 20. അടുത്ത T5 25 കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്തത് T6 എന്ന് പറയുന്നത് 30, ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ സോ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ടേംസ് ഓഫ് ദ സീക്വൻസ്, നമ്മുടെ സീക്വൻസിൽ ടേംസ് എന്ന് പറയുന്നത് 5 10 15 20 25 30 35 എക്സെട്ര. ഇതാണ് ആണല്ലോ. ഇനി നോക്കിക്കേ, ഇവിടുത്തെ ടേംസിൽ എന്തെങ്കിലും ടേംസ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാനിത് ഫസ്റ്റ് ടേം ആണ്. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, ഇങ്ങനെയാണ് പോകുന്നത്. തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം ചെയ്ത് ഞാൻ ഇതുവരെയുള്ള സിക്സ്ത് ടേം വരെയുള്ള ടേംസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം, അതായത് T3 പ്ലസ് T4 ചെയ്തേ. അന്നേരം നമുക്ക് എത്ര കിട്ടും? 15 പ്ലസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 35 ആണല്ലോ. അതുപോലെ സെക്കൻഡ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം, T2 പ്ലസ് T5 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 10 പ്ലസ് 25 again we get 35 ആണല്ലോ. ഇനി ഫസ്റ്റ് ടേം പ്ലസ് സിക്സ്ത് ടേം, അതായത് T1 പ്ലസ് T6 ഇസ് ഈക്വൽ ടു 5 പ്ലസ് 30 again we get 35. വീണ്ടും നമുക്ക് എത്ര കിട്ടിയത്? 35 ആണ് കിട്ടിയത്. അതായത്
നമ്മളിപ്പോൾ ടോട്ടൽ സം നമുക്കറിയാം. ടോട്ടൽ സം എന്ന് പറയുമ്പോൾ T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 പ്ലസ് T5 ഇതല്ലേ ടോട്ടൽ സം എന്ന് പറയുന്നത്. ആണല്ലോ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും ടോട്ടൽ സം കിട്ടത്തില്ലേ? കിട്ടുമല്ലോ. ടോട്ടൽ സം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു 35 പ്ലസ് അടുത്ത 35 പ്ലസ് വീണ്ടും ഒരു അടുത്ത 35, അതായത് 35 ഇൻറ്റു 3, 35നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ടോട്ടൽ സം കിട്ടുന്നത് അല്ലേ? അതായത് ഇവിടെ എത്ര പെയേഴ്സ് ഉണ്ട്? ആക്ച്വലി 3 പെയേഴ്സ് ഉണ്ട്. ഒരു പെയറിന്റെ സം 35 ആണെങ്കിൽ 3 പെയറിന്റെ സം എന്ന് പറയുന്നത് 35 ഇൻറ്റു 3 അല്ലേ? 35 ഇൻറ്റു 3 ആണ് ടോട്ടൽ ടേംസിന്റെ സം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? അപ്പൊ ടോട്ടൽ സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒരു ടേമിന്റെ സം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. ഇവിടെ എത്ര പെയേഴ്സ് ഉണ്ട്? 3 പെയേഴ്സ് ആണുള്ളത് അല്ലേ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും പോർഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടൂടാ? T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 പ്ലസ് T5 തന്നെയല്ലേ കിട്ടുള്ളൂ അല്ലേ? T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 പ്ലസ് T5 പ്ലസ് T6 തന്നെ കിട്ടും അല്ലേ? അതെന്ന് പറഞ്ഞത് 35 പ്ലസ് 35 പ്ലസ് 35 പ്ലസ് 35 ആണ്, അതായത് 35 ഇൻറ്റു 3. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചും പറഞ്ഞൂടെ? ടോട്ടൽ സം എന്ന് പറയുന്നത് ഇപ്പൊ 35 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. 35 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു 5 3 15 1 ശിഷ്ടം 3 3 9 പ്ലസ് 1 10 105. അപ്പൊ ടോട്ടൽ ടേംസിന്റെ സം എന്ന് പറയുന്നത് 105 ആണെങ്കിൽ ഒരു പെയറിന്റെ സം കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ അല്ലേ? ഒരു പെയറിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 105 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് ഒരു പെയറിന്റെ സം കിട്ടും. 3 പെയേഴ്സിന്റെ സം 105 ആണെങ്കിൽ ഒരു പെയറിന്റെ സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണോടാ? 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35 കിട്ടും. 105 ഡിവൈഡഡ് ബൈ 3 വെട്ടി ചെയ്യാം. 1 3s are 3, 3 3s are 9 അല്ലേ? ബാക്കി റിമൈൻഡർ 1 ഉണ്ട്. ഈ 5ന്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 15 ആയി. 5 3s are 15. അപ്പൊ 35 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, 35 കിട്ടിയല്ലോ. മനസ്സിലായല്ലോ? ഇനി ആ പ്രോപ്പർട്ടി പഠിച്ചു വെച്ചോ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ if one position is increased and another position is decreased by the same amount, the sum of the terms at this position do not change. ഒരു സമാന്തര ശ്രേണിയിൽ ഒരു സ്ഥാനം കൂട്ടുകയും മറ്റൊരു സ്ഥാനം അത്ര തന്നെ കുറയ്ക്കുകയും ചെയ്താൽ ഈ സ്ഥാനങ്ങളുടെ പദങ്ങളുടെ തുക മാറുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു. അല്ലേ? ഇവിടെ ഇപ്പോ ഒരു സ്ഥാനം എന്ന് പറയുന്നത് 3, അടുത്തത് 4, അടുത്ത് വീണ്ടും ഇപ്പുറത്തേക്ക് ഒരു സ്ഥാനം നമ്മൾ കുറച്ചെടുത്തു 2, അടുത്ത് ഇപ്പുറത്തേക്ക് ഒരു സ്ഥാനം കൂട്ടിയെടുത്തു 5. അവയുടെ സം എടുത്തു. മാറുന്നുണ്ടോ? മാറുന്നില്ല. വീണ്ടും 2ൽ 1 കുറച്ചു, ഒരു പൊസിഷൻ കുറയ്ക്കുമ്പോൾ 1 ആയി. 5ൽ ഒരു പൊസിഷൻ നമ്മൾ കൂട്ടി, എന്നിട്ട് അവയുടെ തുക എടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3 കേസിൽ നമുക്ക് കിട്ടിയത് 35 തന്നെയാണ്. മനസ്സിലായോ? അതാണ് ഈ പ്രോപ്പർട്ടി. ഒരു സമാന്തര ശ്രേണിയിൽ ഒരു സ്ഥാനം കൂട്ടുകയും മറ്റൊരു സ്ഥാനം അത്ര തന്നെ കുറയ്ക്കുകയും ചെയ്താൽ ഈ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുക എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല അല്ലേ? പദങ്ങളുടെ തുക മാറുന്നില്ല. ഇനി in an arithmetic sequence, if the sum of two positions is equal to the sum of other two positions, then the sum of the terms at each pairs is the same. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 സ്ഥാനങ്ങളുടെ തുക മറ്റു 2 സ്ഥാനങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ ഈ ജോഡി സ്ഥാനങ്ങളുടെ പദങ്ങളുടെ തുകയും തുല്യമാണ്. അതായത് നമ്മളിപ്പോ പഠിച്ചില്ലേ ആ സംഭവം തന്നെയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു സ്ഥാനം എടുത്തു. ഇപ്പൊ ഞാനിപ്പോ 4 എടുത്തു, അതിൽ നിന്ന് ഒരു സ്ഥാനം കുറച്ചു 3, രണ്ടിന്റെ സം എടുത്തു, നമുക്ക് 35 കിട്ടി. വീണ്ടും 3ൽ നിന്ന് ഒരു സ്ഥാനം കുറച്ചു, എന്നിട്ട് 4ൽ നിന്ന് ഒരു സ്ഥാനം കൂട്ടി, എന്നിട്ട് അതിന്റെ തുക എടുത്തു, T2 പ്ലസ് T5 കിട്ടി. അത് എത്രയാ? 35. സം മാറിയോ? മാറിയില്ല. അടുത്ത വീണ്ടും 2ൽ നിന്ന് ഒരു പൊസിഷൻ കുറച്ചു, 5ൽ നിന്ന് ഒരു പൊസിഷൻ കൂട്ടി, അവയുടെ തുക എടുത്തു. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയത്? 35 ആണ് കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പോൾ വാല്യൂസ് മാറുന്നുണ്ടോ? മാറുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു പ്രത്യേകതയാണിത്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. നോക്കിക്കേ. If we know that the sum of the first 4 terms of an arithmetic sequence is 100, what other things can we say about this sequence? ഇതാണ് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. If we know that sum of first 4 terms, first
4 terms of an arithmetic sequence is 100. What other things can we say about this sequence? ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ what other things can we say about the sequence? ഇതാണ് ക്വസ്റ്റ്യൻ. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 100 എന്നിരിക്കട്ടെ. അതായത് T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 ഈക്വൽ ടു 100. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുകൊണ്ട് അടുത്തടുത്ത 2 ടേംസ് എടുക്കുക. 2ഉം 3ഉം എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? T2 പ്ലസ് T3 ഒരു പെയർ എടുത്തു. T1 പ്ലസ് T4. ഓക്കെ, അങ്ങനെ 2 പെയേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 2 പെയേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ സം എത്രയാണ്? ടോട്ടൽ സം എന്ന് പറയുന്നത് 100 ആണ്. ഈ 100നെ നമ്മൾ 2 പെയേഴ്സായിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലെ, 2 പെയേഴ്സിന്റെ സമ്മായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പെയറിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100/2 ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത്, ഈ സം എന്ന് പറയുന്നത് 100/2. ഇതും അഗെയിൻ 100/2 ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ട് 100/2 എടുത്തു? നമുക്ക് 2 പെയറാണുള്ളത്. ടോട്ടൽ 2 പെയേഴ്സിന്റെ സം എന്ന് പറയുന്നത് 100 ആണെങ്കിൽ ഒരു പെയറിന്റെ സം കണ്ടുപിടിക്കാൻ ടോട്ടൽ സമ്മിനെ എത്ര പെയർ ഉണ്ടോ അത്രയും പെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പെയറിന്റെ സം കിട്ടും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ല? നോക്കിക്കേ, നമ്മളിപ്പോ ഒരു 10 മിഠായി മേടിച്ചു. 10 മിഠായിയുടെ വില 100 രൂപയാന്ന് വിചാരിക്കേ. 10 മിഠായിയുടെ വില 100 രൂപ. അപ്പോൾ ഒരു മിഠായിയുടെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. ടോട്ടൽ സം എന്ന് പറയുന്നത് 100 ആണ്. നമ്മൾ ഈ ഒരു ടോട്ടൽ സമ്മിനെ 2 പെയേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു പെയറിന്റെ സം എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ് 2. ഓക്കെ, 100/2 എത്ര കിട്ടി അന്നേരം? 50. ഇതും 50, രണ്ടും ആഡ് ചെയ്ത് 50 + 50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടൂടാ? 100 തന്നെ കിട്ടും. ഓക്കെ, ഇനി ഇത്രയും ഓക്കെ അല്ലേ? ഇനി നോക്കിക്കാം. ഇനി ഞാൻ എടുക്കുകയാണ് ഫസ്റ്റ് ടേം. വെറുതെ എടുക്കുവാണ്. ലെറ്റ് T1 = 10 എന്നിരിക്കട്ടെ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം T1 + T4 = 50 നമുക്ക് കിട്ടിയല്ലേ. അപ്പൊ T1 ഞാൻ 10 എന്ന് എടുക്കുകയാണെങ്കിൽ T1 + T4 = 50. സോ അവിടുന്ന് T4 = 50 - 10 which is equal to 40 എന്ന് കിട്ടും അല്ലേ. ഫസ്റ്റ് ടേം 10, ഫോർത്ത് ടേം 40 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. T1 = 10, T4 = 40. So what is the common difference? Common difference is equal to term difference divided by position difference ആണ്. So what is the term difference? Term difference 40 - 10 divided by position difference 4 - 1. 4 - 1. 40 - 10 എത്രയാ? 40 - 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30. 30 ഡിവൈഡഡ് ബൈ 3 വെട്ടി ചെയ്ത് 1 3s are 3, 10 3s are 30. എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് 10 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് T1 എത്രയാ? 10 അല്ലേ. അപ്പൊ T2 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 10 20. T3 20 + 10 30. T4 വീണ്ടും 30 + 10 40. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 28, 29 പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ആക്ടിവിറ്റീസ്, പേജ് നമ്പർ 30 ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? വാട്സപ്പ് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.